ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8001 56 ഞാനേ മീൻകാരനെ നോക്കി പോയതാ, കണ്ടില്ല. ചേട്ടൻ ഇന്ന് വീട്ടിലുണ്ട്, അത് അറിഞ്ഞിട്ടായിരിക്കും വരാഞ്ഞ്. അയ്യാടി, ഉടനെ മുഖത്തിന്റെ ഷേപ്പ് അങ്ങ് മാറിയല്ലോ. ഞാൻ ഉദ്ദേശിച്ചതേ, നമ്മൾ അത്യാവശ്യം ഓട്ടോയ്ക്കോ ബസ്സിനോ കാത്തു വയ്ക്കുമ്പോ ഇത് വരുത്തില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ചേട്ടൻ അവധിക്ക് ഞായറാഴ്ച ഇങ്ങോട്ട് വന്നു. അപ്പൊ നല്ല മീൻകറി മീൻ വല്ലതും കിട്ടുവാണെങ്കിൽ മേടിച്ചു കൊടുക്കാം, കറി വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ് നോക്കി വന്നപ്പോ മീൻകാരനെ കണ്ടില്ല. കഷ്ടമല്ലയോ? കൊള്ളാമോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റോസാപ്പൂവ്. എന്തുവാന്ന് അറിയത്തില്ല, ഞാൻ എത്ര കഷ്ടപ്പെട്ട് വളവിട്ട് വളർത്തിയാലും എനിക്ക് ഈ റോസ വാഴത്തില്ല. അതുകൊണ്ട് അപ്പുറത്തെ സുധയുടെ വീട്ടിൽ നിന്ന് അല്ലേ ആരടി റോസാപ്പൂ ഒക്കെ പറിക്കുന്നേ? നിനക്ക് റോസാപ്പൂ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലേ നിന്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഉണ്ടാക്കണടി. എന്റെ പറമ്പ് കയറിയിട്ട് റോസാപ്പൂ കാക്കുന്ന ഇറങ്ങി പൊടി അവിടുന്ന്. ഞാനല്ല, ഇത് എന്തോ കണ്ടോണ്ട് പറയുവേ എന്റെ സുധ. ഞാനല്ല, ഈ നൂറിനാട് വന്ന ജയശ്രീയും ടീമുവാ. സത്യമായിട്ട് ഞാനല്ല, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. എന്നാലും പിച്ചു, ഇനിയും പിച്ചു. എന്തുവാ പിന്നെ ഈ റോസാപ്പൂവിനെക്കാളും ഭയങ്കര മണമാണ് എന്റെ ഭാര്യയ്ക്ക്. എന്താ കാലത്ത് മട്ടും മാതിയൊക്കെ അങ്ങ് മാറി സുന്ദരനായല്ലോ. എന്താ കാലത്ത് കാലത്ത് എടുത്തെങ്കിൽ എറണാകുളത്തല്ലേ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. മനസ്സിലായി. കുളിച്ച് നിനക്ക് സെറ്റപ്പ് ആക്കി ഇരിക്കുക. എല്ലാ ദിവസവും ജോലി ചെയ്യുന്നില്ലയോ? ഞായറാഴ്ച ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നില്ലയോ? പിന്നെ എന്തിനാ നേരത്തെ എണീറ്റെ? കണ്ണും പൂട്ടി ഒരു 10-12 മണി വരെ കിടന്ന് ഉറങ്ങാൻ വയ്യായിരുന്നു. പിന്നെ എനിക്ക് ഇവിടുത്തെ സുപ്രഭാതമൊക്കെ ഒന്ന് കാണണ്ടേ. പിന്നെ നീ ഇവിടെ ഉണ്ട്, വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വരുന്നത്. അതങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അവിടെ വീട്ടിലങ്ങ് അതെന്തോ അമ്മ പറഞ്ഞിട്ടല്ലയോ വിട്ടത്? ഒരു മോളെ എങ്കിലും ഇവിടെ നിർത്തണ്ടായിരുന്നു. ഓ, അമ്മ പറഞ്ഞു രണ്ടുപേരെ കൊണ്ട് 2 ദിവസം അവിടെ കൊണ്ട് നിർത്താന്. വൈകിട്ട് നമുക്ക് വേണമെങ്കിൽ വിളിച്ചോണ്ട് വരാം. പിള്ളേർ വിടില്ല എങ്ങനെ? പോകട്ടോ, നാട്ടുകാരൊക്കെ നോക്കുന്നുണ്ട്. പോണേ, നാട്ടുകാർ കാണട്ടെ. നമ്മളാ ഭാര്യയും ഭർത്താവില്ലേ, നാട്ടുകാർ കാണട്ടെ. അതിനെന്ത് കുഴപ്പമെന്തോ? 2K kids. നോ എനിക്ക് പറ്റത്തില്ല തോന്നും. അയ്യോ, ഒന്ന് ടൗണിൽ വരെ കറങ്ങാൻ പോവാന്ന് പറഞ്ഞാൽ നിനക്ക് ഇത്ര ലാസത എന്ത്? ടൗണിൽ കറങ്ങാൻ പോവാന്നാ പറഞ്ഞു നമ്മളോട്. അതിനായിരുന്നു അതിനാ രാവിലെ കുളിച്ചൊരുങ്ങിയത്. അത് പറ. കുളിച്ചു മനസ്സമാനായിട്ടത് കുളിക്കാൻ പറ്റുമോ? ബാത്റൂമിൽ കയറി കുളിച്ചോ? സോപ്പും പതയല്ല അങ്ങോട്ട് ഇട്ട് വെച്ചിട്ട് ഇത് നോക്കിയപ്പോ വെള്ളമില്ല. ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചെന്നറിയാം, നീ വിളി കേട്ടില്ല. ഞാൻ പിന്നെ സോപ്പ് പൊട്ടിയിട്ട് അടപ്പ് വെച്ച് പത പഠിച്ച് കളഞ്ഞിട്ട് ഇറങ്ങി വന്നത്. അയ്യോ, ഞാൻ ഇവിടെ ഇല്ലായിരുന്ന ഞാൻ മീൻകാരനെ നോക്കാൻ താഴെ വരെ പോയി. അതെന്തോ സംഭവം എന്നറിയാവോ? ടച്ച് വെട്ടാന്ന്. അത് കാരണം രാവിലെ പോയ കാരണം ഇനി വൈകിട്ടേ വരത്തുള്ളൂ. അത് ആ വെള്ളം അടിക്കാൻ പറ്റാഞ്ഞേ. 6 മണിക്ക് വെള്ളം വരത്തുള്ളൂ. നീ വെള്ളത്തിന് ഇപ്പൊ എന്ത്? ഈ വീട്ടിൽ വെള്ളം വേണ്ട? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അണ്ണൻ എറണാകുളത്തേക്ക് ഇതുപോലെ ആവശ്യമായിട്ടാന്നോ കുളിക്കുന്നേ? എറണാകുളത്തെ കുളി വേർവല്ലാടി. കണ്ടോ, കുളി പോറാന്ന്. കുളി പോറാന്നല്ലേ പറഞ്ഞേ? എറണാകുളത്തെ വെള്ളം ബോർവെല്ലാന്ന്. ബോർവെല്ലിന്റെ വെള്ളമാണ്, കൊള്ളത്തില്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഈ എറണാകുളം ഇങ്ങനെ ഈ കായലിനോട് തീർന്ന് കിടക്കത്തില്ലേ, അവിടുത്തെ കിണറ്റൊന്നും വെള്ളം കൊള്ളത്തില്ല. ഉപ്പിന്റെ സാന്ദ്രത ചേച്ചി ഭയങ്കര കൂടുതലാണ്. അല്ല, സാന്ദ്രത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കാടുപ്പം കൂടുതലായതുകൊണ്ട് നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് കീറി തടിച്ച് എല്ലാത്തിലേക്ക് ഭയങ്കര അലർജി അങ്ങനെയുള്ള അസുഖങ്ങളെ സ്കിൻ ഇങ്ങനെ വലിഞ്ഞു കയറുക, ഡാർക്കൻസ് ആവുക, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്തോ അറിവാ എന്റെ അണ്ണന്. എനിക്കിതൊന്നും പറ്റത്തില്ല കേട്ടോ. വെള്ളത്തിൽ ഞാൻ പച്ചവെള്ളാന്നേ പച്ചവെള്ളം, ചൂടുവെള്ളാന്നേ ചൂടുവെള്ളം, തണുത്തോളാന്നേ തണുത്തോളം. എനിക്കിതിന്റെ ഈ ടെക്നോളജി ഒന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ എറണാകുളത്ത് ഈ റൂമിൽ കിടന്നിട്ടേ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നതിനെ കുറിച്ച്. എന്താണ് ഇത്ര സ്നേഹം പാടുന്നത്? ഇങ്ങനെ ആലോചിക്കണേ ഞാൻ. എന്ത് ഈ അറിവും ബോധമില്ലാത്ത ഇവിടെ എങ്ങനെയാണ് കുടുംബശ്രീയുടെ സെക്രട്ടറി ആക്കിയെന്ന്? അണ്ണാ, അത് ഇക്കാര്യം പറയാതിരിക്കുക ഭേദം. പുതിയ കുടുംബശ്രീ നമ്മൾ സെക്രട്ടറി ഒക്കെ തെരഞ്ഞെടുക്കുമ്പം അവിടെ യോഗം വെക്കുമല്ലോ. അപ്പൊ സ്പെഷ്യലായിട്ട് ചായം കടി ലഡു ഒക്കെ കാണും. അതുണ്ടെന്ന് പറഞ്ഞോണ്ട് ഞാൻ 4 ആൾക്കാരുടെ മുമ്പിൽ പോയി കൈകെട്ടി അങ്ങ് നിന്നു. ഉടനെ ഗായത്രി ചോദിച്ചു, പുതിയ സെക്രട്ടറി ആകാൻ ആർക്കാ ആഗ്രഹമെന്ന്. എന്റെ കഷ്ടകാലത്ത് ഞാൻ കൈ പൊത്തി ഇങ്ങനെ ഒന്ന് ചൊറിഞ്ഞതും എന്നെ പിടിച്ച് അങ്ങ് സെക്രട്ടറി ആക്കി. അവളുമാര് കൈ ഇതുപോലെ കൈയടിച്ച് അങ്ങ് പാസ്സാക്കി. അതെങ്ങനെ വാ തുറന്നപ്പോഴത്തേക്ക് 2 ലഡു എടുത്ത് അണ്ണാക്കി തിരികിട്ട് കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞില്ലേ? പിന്നെ ഞാനും അങ്ങ് സമ്മതിച്ചു. ഇത് ഞാൻ കാരണമൊന്നുമല്ല, അവൾ ഒറ്റ ഒരുത്തി കാരണമാ, ഗായത്രി. അവള് കാരണമൊന്നുമില്ല, ഗായത്രിയൊക്കെ നല്ല സംഭവമാണ്. ഗായത്രി എന്താടി ഗായത്രി? നിങ്ങളുടെ കുടുംബശ്രീ പോകുന്നത് ഗായത്രിയിൽ കൂടിയല്ലേ ഇതിന് പോകുന്നത്? എന്തുവാ? നിങ്ങളുടെ കുടുംബശ്രീയുടെ വാർഷിക സാധനത്തിനെ നിങ്ങൾ സമരത്തിന് അങ്ങോട്ട് പോയ സമയത്തെ ജാഥയ്ക്ക് പോയ സമയത്ത് ഈ ഗായത്രി ഈ ബാനറെ പിടിച്ചോണ്ട് ഇങ്ങനെ നടന്നു വന്ന് ഞാൻ സൂക്ഷിച്ചു നോക്കി, ദേവി തോറ്റുപോ ദേവി. ആ ബാനറിൽ എന്താ എഴുതി വെച്ചിരുന്നത്?
സാരി കൊടുത്തോണ്ട് പോയത് നിങ്ങളുടെ കണ്ണിപ്പെട്ട് ബാനർ എഴുതുന്ന ഇത് കണ്ടില്ല ഇല്ലയോ? അല്ല അവളിങ്ങനെ ജോലിച്ച് നിന്നാണ്ട് എന്റെ കണ്ണിലെ മഞ്ഞൾക്ക് മാറിക്കണ്ടേ, എനിക്ക് വായിക്കാൻ പറ്റില്ല. എന്താണ് ബാനർ എഴുതി വെച്ചത്? സുവർണ കുടുംബശ്രീയുടെ 15ാമത്തെ വാർഷികം. ഏത് കുടുംബശ്രീയാ? സുവർണ. സുവർണ്ണേ? സുവർണ എടി പൊട്ടി സുവർണ. സുവർണ എടി സുവർണ എന്നാന്ന് പാസ്ബുക്കിനകത്ത് ഞാൻ ഇല്ലേ സെക്രട്ടറി, ഞാൻ പ്രത്യേകം എഴുതിയിട്ടുണ്ട് സുവർണ. എടി സു എഴുതി വാ എഴുതി രണ്ട് മേളിലും താഴെ കിടക്കുന്നില്ലയോ? അതിന്റെ മേളിൽ ഒരു കുത്ത് കണ്ടില്ലയോ? അത് മഷി തെറിച്ച് വീണയില്ല, അതാ ഇറ്. അയ്യോ ഞാൻ കേട്ടിട്ടുണ്ട്. ഡാമിയോ ഗിർ. ഓക്കേ ഡാമിയോ ഗിർ. ഓക്കേ ഡാമിയോ ഗിർ. ഓക്കേ ചിത്ത ത ചിത്ത ചിത്ത ദും. അത് ഗിർ, ഇത് ഇറ്. ബോധം വിളിച്ചോ ഇല്ലാത്തവളോ ഒതേക്കുന്നു. ഗായത്രി അവളാണ് ആ കുടുംബശ്രീ കൊണ്ടുവന്നത്. അവളാണ് ആ കുടുംബശ്രീയുടെ ഏറ്റവും വലിയ ശാശ്വതവും സൗന്ദര്യവും അവളാണ്. നീ എന്താ പറയുക? ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്യ വന്നു കര വന്നു ശരി, ഒരു സത്യം മനസ്സിലാക്കണം. ഞാൻ എറണാകുളത്തൊക്കെ പോയി പെണ്ണുങ്ങളെ ഇങ്ങനെ പോന്ന കാണുമ്പോഴേ നീയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചുമ്മാ സത്യം, ഏത് പെണ്ണെ കേട്ടാലും അത് നീയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പണിക്ക് പോകുമ്പോഴൊക്കെ ഞാൻ കഴിഞ്ഞിടയ്ക്ക് പണിക്ക് പോയപ്പോഴേ പാലാരിവട്ടം ബസ് സ്റ്റോപ്പില് 10 നീ നിൽക്കുന്നു. ആ ചുരിദാർ ഇട്ട്, ജീൻസ് ഇട്ട്, ടീഷർട്ട് ഇട്ട്, ഇവിടെ മുറിഞ്ഞ ജീൻസ് ഒക്കെ ഇട്ട്, സാരി ഇവിടത്തൊക്കെ 10 നീ നിൽക്കുക. അങ്ങനെ വലിയൊരു അബദ്ധം പറ്റി. ഒരു പെണ്ണിങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു നീ അന്ന് ചെന്നിട്ട് അങ്ങോട്ട് ചെന്നിട്ട് മോളെ നിങ്ങോട്ടൊരു പിടുത്തം. എന്താ വേദനയായിരുന്നു ഇവിടെ? ഇവിടെ ഭയങ്കര വേദനയായിരുന്നു. എന്റെ മനസ്സിന് നീ വന്നിട്ട് വന്നില്ലല്ലോ. എന്റെ പൊന്നെണ്ണ അതങ്ങ് വീട്. പക്ഷെ മനസ്സ് ഇവിടെ അല്ലേ ഇരിക്കുന്നത്, തലച്ചോറാണ് നമ്മുടെ മനസ്സ്. തലയിലാണ് മനസ്സിരിക്കുന്നത്. ഈ മനസ്സിന് ചൂട് കിട്ടാൻ വേണ്ടിയാണ് നിന്റെ അമ്മാവൻ തല മുട്ട അടിച്ചോണ്ട് നടക്കുന്നത്. അതാണ് കഷണ്ടിയാന്ന് പറയരുത്. സത്യമായിട്ട് ഇപ്പൊ നല്ല നോക്കണം, നല്ല വിഗൊക്കെ മേടിച്ച് നല്ല സ്ട്രൈറ്റ് വിഗ് നല്ല ഡിസൈനിൽ ഇങ്ങനെ വെച്ചേക്കില്ലയോ അമ്മാവനോ? പിന്നെ പുള്ളിക്ക് കാശുണ്ടല്ലോ, വിഗൊക്കെ കയറ്റി വെക്കാമല്ലോ. അണ്ണാ എന്തുവരും നമുക്കൊന്ന് കാണാൻ പോകണം. ഞാൻ വിഗൊക്കെ കണ്ടിട്ടുണ്ട്, എനിക്ക് വേണ്ട. അല്ലെന്ന് അമ്മാവനെ ഒന്ന് കാണാൻ പോണം. അമ്മാവൻ വയ്യാതെ കിടക്കുക, വീണ് തല പൊട്ടി കിടക്കുക. ആ പോയ കാമാനെ കാണാൻ അങ്ങനെ പുളിച്ച തമാശയൊക്കെ കേൾക്കാം. പിന്നെ അമ്മയുടെ നല്ല ചോറൊക്കെ. ഞാൻ ഇവിടെ വെള്ളമൊന്നും ഇല്ലല്ലോ. അത് മാത്രമല്ല അമ്മായി എന്നോട് പറഞ്ഞു ചീനിയും കാച്ചിലും ചേനയും ചേമ്പും എല്ലാം വളഞ്ഞു കിടക്കുക. നീ വിരുന്ന് പോകുന്നോ അതോ വിളവെടുക്കാൻ പോകുന്നു? അല്ല അണ്ണാ, അത് സ്നേഹം കൊണ്ട് അവര് തരുന്നില്ല, നമുക്ക് പോയി. അപ്പൊ ഒരു കാര്യം ചെയ്ത് അവരുടെ തേങ്ങ ഇല്ലല്ലോ, ഒരു 3 തേങ്ങ എടുത്ത് അവർക്ക് കൊണ്ട് കൊടുക്കാം. 3 തേങ്ങ എടുക്കുക അവർക്ക് കൊണ്ട് കൊടുക്കാം. ആ തേങ്ങ കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ കൈ കിടന്ന് 1.5 പവന്റെ വള ഊരി പണയം വെച്ചിട്ട് ഞാൻ 2 തേങ്ങ ആട്ടി 1 കിലോ വെളിച്ചെണ്ണ മേടിച്ചത്. അതുപോലെ എന്താ വിലയാണെന്നറിയാവോ തേങ്ങയ്ക്കൊക്കെ? ഭയങ്കര വിലയാണോ? എന്റെ പൊന്നെണ്ണ അത് മാത്രമോ. ഇപ്പൊ ഈ തേങ്ങയ്ക്ക് വെയിറ്റ് കൂടാൻ വേണ്ടിട്ടുണ്ടല്ലോ അതിന്റെ 3ാം തൃക്കണ്ണിൽ ഇവര് വെള്ളം ഒഴിച്ചു കയറ്റുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കയറ്റുന്നുണ്ടോ? ഇവർക്ക് എന്തെങ്കിലും ഗുണം പിടിക്കൂടി ഇങ്ങനെ കച്ചവടം ചെയ്തിട്ട്? എങ്ങനെ ഗുണം പിടിക്കും? സത്യം പറഞ്ഞ കേരവൃക്ഷങ്ങളുടെ നാടല്ല കേരളം, വിലക്കയറ്റത്തിന്റെ നാടാണ് കേരളം. അങ്ങനെ പിള്ളേരെ പഠിപ്പിക്കണം. കഴിഞ്ഞോ? ഒരു കാര്യം റെഡി ആവാം, അമ്മാന്റെ വീട്ടിൽ പോകുമ്പോ. അങ്ങനെ പെട്ടെന്നൊന്നും റെഡി ആവാൻ പറ്റത്തില്ല. ഇന്ന് വൈകുന്നേരം ഉണ്ടല്ലോ കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്. എനിക്ക് ഇതൊക്കെ ഒന്ന് റിപ്പോർട്ടൊക്കെ ഒന്ന് നോക്കണം, അത് കഴിഞ്ഞിട്ട് പോവാം. ചന്ദ്രഹാസന്റെ വീട്ടിൽ ഇന്നലെ രാത്രിയിലേ ഭയങ്കര വായും പകളൊക്കെ കേട്ടെ. എന്താ സംഭവം? ഇന്നലെയോ? അണ്ണൻ ഇവിടെ ഇല്ലാത്തോണ്ട് ഇന്നലെ നല്ല എല്ലാ ദിവസവും ഇത് തന്നെ. എന്തുമാത്രം അടിയാമി എനിക്ക് കിട്ടുന്നതെന്നറിയാവോ? മെനഞ്ഞാന്നും കിട്ടി. മുറ്റത്തിട്ട് എന്തോ അടിയായിരുന്നറിയാവോ? ഞാൻ പോയി കൈ കെട്ടി നോക്കി, അല്ലാതെ എനിക്ക് എന്തോ ചെയ്യാം. അവനവിടെ കിടന്ന് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവനെ മാത്രം കുറ്റം പറയാം. അവൻ കള്ളു കുടിക്കുക ശരിയാ, പക്ഷെ അവക്ക് 2 അടിയുടെ കുറവുണ്ട്. അവള് പുതിയ സാരി മാറ്റില്ലേ? 1 അല്ല 5 എണ്ണം. അതുകൊണ്ടാണ് നിനക്ക് കുശുമ്പ്. നിനക്ക് സാരി മാറ്റി കേട്ടത് പോയി റെഡിയാ. പ്രഭാത വന്ദനം. ചന്ദ്രാസ് എന്താ ഇതെപ്പ വന്ന്? രാവിലെ 6 മണിക്ക്. എന്തുവാ പത്രത്തിന്റെ കാര്യം? അണ്ണ എപ്പ വന്നെന്ന്? ഞാൻ ഇന്നലെ രാത്രി വന്നായിരുന്നു. രാത്രിയാണ് വന്നേ, ഞാൻ അറിഞ്ഞില്ല. നീ എങ്ങനെ അറിയാനാ? ഭൂമി മറന്നു പറഞ്ഞാലും നീ അറിയത്തില്ലല്ലേ? വെള്ളം കയറ്റി നടക്കുമല്ലേ? എല്ലാരും പറഞ്ഞു ഞാൻ സഹിക്കും, അണ്ണ മാത്രം അത് പറയരുത്. എടാ വെള്ളം അടിക്കുന്ന കള്ളു കുടിക്കുന്ന എന്തിനാടാ? സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമാണ് ഞാൻ കുടിക്കുന്നത്. എന്താ സാഹചര്യം? എല്ലാ ദിവസവും ബീവറേജ് തുറക്കും, അതാണ് എന്റെ സാഹചര്യം. ഇതിപ്പോ 1-ാം തീയതി തുറക്കുന്നെന്ന് പറയുന്നു, സാഹചര്യം അങ്ങ് കൂടുവല്ലേ? ചന്ദ്രാസ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തുവാ? ലോകത്തെ ഒരേ ഒരു സാധനമുള്ളൂ കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നത്. എന്തുവാ? അത് മദ്യം. ആര് പറഞ്ഞു? അതൊരു എഴുതി വെച്ചിട്ടുണ്ട്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അത് കിട്ടുമ്പോഴേ അരേ കേട്ടിട്ടില്ല, പിന്നെ നീ എങ്ങനെ കാണാനൊക്കെ ഉണ്ട്? രാവിലെ അടിച്ചോടാ? ഇല്ല. പിന്നെ വാടക എടുക്കുന്നു? ഇന്നലത്തെ. ഇന്ന് അടിക്കുന്ന പറയാ വാടക വെച്ചോണ്ട് നടക്കുമായിരിക്കും നീ വൃത്തി കെട്ടാൻ. എന്താ? എത്ര പിള്ളേരുണ്ടോ നിനക്ക്? 3.
ഇതൊക്കെ നിർത്തണേർക്ക ആ 3 അവള് നിർത്തി. അതല്ല കള്ളുകൂടി നിർത്തണമെന്ന്. കള്ളുകൂടിയോ? അതങ്ങനെ പറയരുതണ്ണ. ജോലി ചെയ്ത് ദേഹമൊക്കെ വേദനിച്ച് വരുമ്പോഴേ ഞാൻ എന്നെ കണ്ടുപിടിക്കും. ഞാൻ കള്ളു കുടിക്കെല്ലാം നിർത്തി മണ്ടങ്ങോണ്ട് ഇച്ചിരി കുടിച്ചിട്ടുള്ളൂ. വെള്ളം കൃത്യം എൻ്റെ ഫാമിലി എൻ്റെ ഭാര്യയൊക്കെയാണ് എൻ്റെ ഏറ്റവും വലുതെന്ന് പറഞ്ഞു. പണ്ട് ഞാൻ കള്ളു കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മണം പിടിച്ച് വരും. ഞാൻ അടിച്ചോണ്ടിരിക്കുമ്പം അന്നിങ്ങനെ കൊതി ഊർന്നിക്കും. കൊതി കിട്ടാതിരിക്കാൻ ഒരു ശകലം ഒഴിച്ചു കൊടുത്താൽ പറയും ഇല്ലടാ വായിക്കാത്ത സ്മെല്ലടിച്ചാലേ അവള് പിടിക്കുമെന്ന്. എന്നിട്ട് ഈ മാന്യൻ അപ്പുറത്തുനിന്ന് ഒരു തേക്കിന്റെ ഇല പറിച്ച് കുമ്പിളും കുത്തിയതേണ്ടി ഇങ്ങനെ നിൽക്കും. ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയുക കള്ളു കുടിക്കരുത്, വന്ന വഴി മറക്കരുത് കേട്ടോ. ഈ എറണാകുളത്തൊക്കെ പോയത് വലഞ്ചുഴിയിലും വട്ടക്കുളഞ്ഞിലും കറങ്ങി തിരിഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്റെ കാശ് കൊണ്ട് ഇഷ്ടം പോലെ കുടിച്ചിട്ടുണ്ട്. ഞാൻ കുടിക്കത്തില്ല. ആ പരിപാടി എൻ്റെ ഇവിടെ നടക്കത്തില്ല. പരിപാടി നടക്കത്തില്ല. ഞാൻ കുടിക്കത്തില്ല. എങ്ങനാ ഇങ്ങനെ അതല്ല സൺഡേ അല്ലേ ഉണ്ടോ? എന്തോണ്ടോ ഷെയർ ഉണ്ടോന്ന്? ഷെയറൊന്നുമില്ല. നീ പോടെ പൈസ ഇല്ല, ഒന്നുമില്ല. എന്താ ഉപ്പി പൊട്ടിക്കണ്ടേ? നീ പോടാ. ഞാൻ പറഞ്ഞല്ലോ കള്ളുകൂടി ഇല്ലെന്ന്. എന്നാ ഒരു 200 രൂപ കടവെങ്കിലും ഒരു ക്വാർട്ടർ വാങ്ങിച്ചടിക്കട്ടെ. ഇറങ്ങി പോടാ പെടുന്നു. അമ്മാവന്റെ വീട്ടിൽ പോവാ. അണ്ണാ റെഡി ആവുന്നില്ല അണ്ണാ? നീ റെഡി ആയടി? ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. എന്തോ ഇപ്പൊ 100 തരാനെ കൊണ്ട് എന്റെ പൈസ നീ പോടെ. ഞാൻ കള്ളുകൂടി നിർത്തി ഞാൻ പറഞ്ഞ എന്നെ വിളിച്ചേക്കട്ടെ. എനിക്ക് ഇഷ്ടമല്ല. എന്തുവാ ഇവിടെ ഒരു കുശുകുശുപ്പ് എന്തുവാ? എടി ഇവൻ ചെല്ലാനെന്ന്. അല്ലല്ല ചെല്ലാൻ പോലും ഞാൻ കള്ളു കുടിക്കാൻ ഇവനോട് ഞാൻ ചെല്ലണമെന്ന്. ചന്ദ്ര ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നീ എല്ലാരെയും നിർബന്ധിക്കുന്ന പോലെ എന്റെ ചേട്ടനെ നിർബന്ധിക്കരുത്. എന്റെ അണ്ണനോട്ട് അങ്ങനെ വഴങ്ങത്തുമില്ല. അത് മാത്രല്ല ഞങ്ങളിതേ അമ്മാവന്റെ വീട്ടിലോട്ട് പോവാൻ നിൽക്കും അല്ലയോ? അപ്പൊ ഞാൻ പോണം. പറഞ്ഞു വിട്ടാ പോത്തില്ല, മനസ്സിലാക്കി ചെയ്യ്. ഞാനങ്ങ് പോയേക്കാമേ. ഞാനൊക്കെ എന്തിനാ നിങ്ങളുടെ എന്തോടി ഗായത്രി? എടി എന്തോ പറയുവാടി നീ? എനിക്ക് ഭയ നീ എടി നിങ്ങൾ എല്ലാവരും പോടി. സെക്രട്ടറി എന്ന് പറഞ്ഞ് ഞാൻ എന്തോ ഇനി വരുവ നീ. നോക്കട്ടെ. വരാം. എന്തുവാണ് അമ്മാവന്റെ വീട്ടിലെ പോക്ക് നടക്കത്തില്ല. ഈ ഗായത്രി വിളിച്ച് പറയുവാ ഞങ്ങളുടെ ഈ കുടുംബശ്രീയുടെ ഓണാഘോഷ പരിപാടിക്ക് എല്ലാവർക്കും ഒരുപോലത്തെ സാരി മേടിക്കണം, അത് എടുക്കാൻ ചെല്ലാന്. എല്ലാവർക്കും ഒരുപോലത്തെ സാരി എടുക്കുന്നത്? അയ്യോ എന്നാലല്ലേ ഞങ്ങളുടെ യൂണിറ്റി, ഞങ്ങളുടെ ഒരുമ, ഞങ്ങളുടെ സ്നേഹം അല്ലേ എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ. അത് യൂണിറ്റി സ്നേഹം കൊണ്ടൊന്നുമല്ല. പലരും പല തുണി ഇട്ടുകൊണ്ട് വന്നാൽ ഏറ്റവും നല്ല ആളെ നോക്കി കുശുമ്പ് കുത്തും. ഇതാകുമ്പോ എല്ലാവർക്കും ഒരു തുണിയാകുമ്പോ പരസ്പരം കുശുമ്പടിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു കേട്ടോ വരാനെന്ന്. എങ്ങോട്ട് വരാനൊക്കെ റെഡിയാവാൻ വരാനെന്ന്. നീ ഇവിടെ പോകുന്നില്ലേ? തുണി എടുക്കാൻ പോകുന്നില്ലേ ഇപ്പൊ പറഞ്ഞത്? പോയിട്ട് വരട്ടെ അണ്ണാ. നീ പോട്ട് വരാം. പെട്ടെന്ന് വരുമോ? പെട്ടെന്ന് വരും. എല്ലാരും അവളുമാരെല്ലാം ഉണ്ടോ? അവളുമാരെല്ലാം പോയി പകുതി പേര്. അതല്ലേലും ഞാൻ അവസാനം ചെന്നിട്ട് അതിനുള്ള തീരുമാനമല്ലേ എടുക്കത്തുള്ളൂ. പെട്ടെന്ന് വരണേ. പെട്ടെന്ന് വരും. ഇയാൾക്ക് ഇത്രയും ജാട വന്നാലും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. തമ്പുരാനെ ഞാൻ പോവാ. നിക്കടാ. എന്ത് ഞാൻ പോന്നതിനാന്നോ? എന്നാ ഒന്നുകൂടെ 1000 കൊടുത്താ. പിന്നെ എടുക്കാൻ തന്ന പൈസ കുപ്പി എടുക്കാൻ തന്ന പൈസ. പിന്നെ കൊച്ചുകൾ ഇത്ര നേരം ഡ്രാമ കളിക്കുമല്ലോ. പിന്നെ ആദ്യം വേണ്ടെന്ന് പറഞ്ഞത് അവള് സമ്മതിക്കത്തില്ല കുടിക്കുന്നതെന്ന്. ആണോ? ഇപ്പൊ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. പിന്നെ എവിടെ നിന്ന് അടിക്കും? ഇവിടെ നിന്ന് അടിക്കും. ചേച്ചി എങ്ങാനും വന്നാലോ? പെണ്ണുങ്ങൾ തുണിയെടുക്കാൻ പോയല്ലയോ? വന്നാലായി വന്നില്ലേലായി. ആ കട വരെ തിരിച്ചിട്ടിട്ട് കടക്കാരന്റെ തുണിയും വരെ പറിച്ചു നോക്കും കൊള്ളാമോ. അന്നത്തെ വരത്തുള്ളൂ. പാതിരാത്രിയാവും. അവിടെ നമുക്ക് ഇവിടെ അടിച്ചേ ഉറങ്ങിയിട്ടൊക്കെ സെറ്റപ്പ് ആകാം. സംഭവം എല്ലാം മാറ്റി സെറ്റ്, ടച്ചിങ്, വെള്ളം, ഗ്ലാസ് സംഭവം എല്ലാം എടുത്ത് വെച്ചാൽ കേട്ടോ. വെള്ളം ഇരിപ്പുണ്ട് പോട്ടോ. ദോശയായി വീട്ടിൽ വന്നിട്ട്. എറണാകുളത്തൊക്കെ ആണെങ്കിൽ വെറും മിച്ചർ കൂട്ടി അടിക്കുന്ന പോലെ ഇവിടെ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. അണ്ണാ അയ്യോ അതെന്താ പോന്നില്ലയോ? അളവ് ഗ്ലാസ് എടുക്കാൻ മറന്നു. അയ്യോ പെട്ടെന്ന് എടുത്തല്ലോ പോ. അവരൊക്കെ എന്താ വിചാരിക്കും? സെക്രട്ടറിയുടെ താമസമാന്നൊക്കെ വിചാരിക്കത്തില്ലയോ? പോവാണ്ണ. പോവാന്നോ? പോട്ടെ അങ്ങ് പോവാന്നു. എപ്പോ വരും? കാര്യം ഞാൻ പെട്ടെന്ന് വരത്തില്ല. എന്തുവാ എന്നെ തന്നെ ഇട്ടിട്ടങ്ങ് പോവാന്നോ? വ്യക്തമായിട്ട് പറ, എന്നാലേ മനസ്സിലാവും. എന്നെ തന്നെ ഇട്ടിട്ടങ്ങ് പോവാന്നോ? നല്ല ഉടുപ്പും വസ്ത്ര നമുക്ക് ഒരുമിച്ച്. ഞാൻ വരത്തില്ല. പോരാ പെണ്ണുങ്ങളൊക്കെ ഭയങ്കര ഇതാ. എന്തൊരു കഷ്ടം. അന്നേരം പെട്ടെന്ന് വരാം. ജസ്റ്റ് മിസ് ചേച്ചി കണ്ടേനെ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന എന്തിനാന്ന് ബീവറേജുകാർക്ക് അറിയാം. ബില്ലടിച്ച് സാധനം എടുത്ത് വെളിയിൽ വെച്ചോളൂ. എടുത്തോണ്ട് വരുന്ന ചുമതല എനിക്ക്. അത്രയ്ക്ക് തയ്യപ്പാ ഞാനും ബെബ്കോയും തമ്മിൽ. ടച്ചിങ് ഒന്നുമില്ലേ? എന്താ ടച്ചിങ്? അല്ല നക്കാനൊന്നും ഇല്ലെന്ന്. നക്കാൻ നിനക്ക് നാക്കില്ലേ? നാക്കെ വെച്ച് നക്കാനെ കൊണ്ട് നീ അടിച്ചിട്ട് ഞാൻ നാക്ക് ഇവിടെ ഒന്നുമില്ല. അതാ ഇത് കാന്താരി അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? എടുത്തുണ്ടോ? എന്റെ കുറെ ഓസിന് അടിച്ചിട്ടുള്ളവനാ. വീട്ടിൽ ഞാൻ വാങ്ങിച്ച മാട്ട സാധനമായത്. ഇവന്റെ 1000 രൂപ 350 രൂപ ഇവനെ കൊണ്ട് കുടിപ്പിക്കുന്നു. കാന്താരി അച്ചാറാ
കിച്ചൻ സാധനം അവളുണ്ടാക്കിയ നാട്ടുകാർ കേൾക്കും. എന്റെ ഹൃദയം ചെന്ന് ആവാസത്തെ അടിച്ചു. എടാ കാന്താരി പക്ക കാന്താരി കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാന്താരി ഇത്. ഇതിനകത്ത് കപ്പ കുഴമ്പ് പോലെ വേവിച്ചിനകത്ത് മുക്കി ഇങ്ങനെ അരി അടിക്കാനുണ്ടല്ലോ. അടിപൊളി സാധനം. നിനക്ക് സാധനം അയ്യോ എന്തോ പറയാനാ ചേച്ചി, അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അവളുമാർക്ക് ആ കട പറ്റത്തില്ല. എന്നാ ഞാൻ അപ്പുറത്ത് പറഞ്ഞ് ഈ കടയിലോട്ട് വന്നാൽ അത് പറ്റത്തില്ല. ഇങ്ങനെ 10 പേരുടെ 10 സ്വഭാവം. ഇല്ല ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഇറങ്ങത്തില്ല. ഞാൻ സത്യം പറഞ്ഞ അമ്മാവിന്റെ വീട്ടിൽ പോകാനിരുന്നാണ്. ഉടനെ അവള് ഗായത്രി വിളിച്ച് പറഞ്ഞു പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞതാ. അന്നേരം നിന്ന നിപ്പി നീ സെക്രട്ടറിയിലെയോ മറ്റേതിലെയോ മറിച്ചല്ലോ എന്ന് പറഞ്ഞ എന്നെ അങ്ങോട്ട് വിളിച്ചതാ. പോകാതിരിക്കാൻ പറ്റുമോ? ഇനി എന്നെ വിളിക്കട്ടെ. സമയമാകുമ്പോ ഞാനും പറയാടി വരാടി എന്നിട്ട് ഞാൻ പോകത്തില്ല. എന്റെ താങ്ങി പോകാൻ ഞാൻ കാണിച്ചു കൊടുക്കും. അല്ല ഞാൻ എന്റെ നല്ല അമ്മയെക്കാളും ബഹുമാനിക്കുന്ന ആളാണ്. എനിക്ക് അത്ര പ്രായമൊന്നുമില്ല കേട്ടോ ചന്ദ്ര. ഞാൻ അത്രയൊന്നും ബഹുമാനിക്കാം. ഞാൻ പറഞ്ഞു മോട്ടിവേഷൻ ചെയ്ത് ബഹുമാനം കണ്ടോ. ഞാൻ അന്നേരമേ അണ്ണനോട് പറഞ്ഞിട്ട് ഇത് നടക്കത്തില്ല. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏതോ ടെക്സ്റ്റൈൽസ് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞ നമുക്ക് അങ്ങോട്ട് പോവാന്ന്. പറ്റത്തില്ല. അന്നാ പറഞ്ഞ ടൗണിൽ വേറൊരു കടയുണ്ടല്ലോ അങ്ങോട്ട് പോകാൻ. അവിടെ പറ്റത്തില്ല. നീ ഒരു കാര്യം ചെയ്ത് നീ കോയമ്പത്തൂർ പോയിട്ട് അവർക്ക് എടുത്തുകൊണ്ട് കൊടുക്കുന്ന സാരിയൊക്കെ എന്തുവാണ് ഈ പറയുന്നത്? അങ്ങനെ എന്നെ ഓസി അവളുമാര് സാരി മേടിക്കണ്ട. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അണ്ണാ വരുവാന്നേ അണ്ണാ. നീ ഒരു കാര്യം ചെയ്യ്, കറിയാ സാറിന്റെ പറമ്പിൽ പോ. ഞാൻ രാവിലെ അവിടെ നിന്ന് പോയതാ. അവിടെ അല്ല, അതിന് അങ്ങേപ്പുറത്ത് വേറെ വാഴത്തോട്ടം ഉണ്ടല്ലോ. നീ അവിടെ പോയിരിക്കും. ഞാൻ അവിടെ എങ്ങനെയും വന്നേക്കാം. ഞാൻ ഇവിടെ എങ്ങനെ വന്നേക്കാം. വാഴത്തോട്ടത്തിനകത്തിരിക്കാൻ ഞാനത് ഒച്ചാണ്. ഇവിടെ കൗണ്ടർ അടിക്കുന്നത് നന്നായി വരണേ. നീ വെള്ളം അടിക്കല്ലേ? ഇല്ല ബഹുമാനം ബഹുമാനം. കാലടിപ്പിച്ച് അങ്ങനെ അണ്ണന് പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. എന്താടി ഇത് അവളാ ഒരുത്തി കാരണമാണ്. നിങ്ങൾക്ക് ആ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്നാലും ഞാൻ പറയും. ഗായത്രി. എന്തോ അണ്ണാ നിർത്തിക്കോ. ആ പേര് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഒരു കുളിര്. അണ്ണാ നിർത്തിക്കോ. എന്നെ തനിക്കോണം. ഞാൻ എനിക്കത് ചിരിക്കുന്ന മുഖം ഞാൻ അങ്ങ് മാറ്റും കേട്ടോ. ഗായത്രി. ഗായത്രി. ഞാൻ ക്ലാസ് എടുക്കാൻ തലരുന്നു കേട്ടോ. എന്തോ കാണിക്കുന്നത് നിർത്തിക്കോണം കേട്ടോ. എപ്പോഴും പിടിക്കത്തില്ല. നിങ്ങൾ ഇത്ര നേരം തമാശ ഞാൻ എടുത്തു. ഞാൻ പറഞ്ഞേക്കാം. ഗായത്രിയുടെ പേര് പറഞ്ഞിട്ട് ഗായത്രി ഗായത്രി എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്തോ പൊള്ളുന്നത്? ഗായത്രിയുടെ പേര് പറഞ്ഞിട്ട് എനിക്ക് വയ്യ കേട്ടോ. എന്തോ ഇതുപോലല്ലായിരുന്നല്ലോ. ഗായത്രി ഗായത്രിയുടെ അച്ചാർ കൂടുതൽ സംസാരിക്കരുത്. അച്ചാറിന്റെ കാര്യം ചിമ്മിണ്ടി പോയക്കല്ലോ. അച്ചാറിന്റെ കാര്യം മിണ്ടല്ലേ നീ? അപ്പൊ ഞാനിടുന്ന അച്ചാർ കൊള്ളത്തി. നീ എന്താ അച്ചാറിട്ടു? ഞാൻ കാന്താരി അച്ചാറിട്ട് നല്ല എരുമില്ല. നിന്റെ കാന്താരി അച്ചാർ മിണ്ടി പോയക്കല്ലോ. കാന്താരി അച്ചാർ എനിക്കറിയാം. എനിക്കത് വേണം. അവള് പറഞ്ഞു ഞാനില്ലാത്ത സമയത്ത് അവൾ അച്ചാറിട്ടോണ്ട് വരുമെന്ന്. അച്ചാറിന്റെ കാര്യം മിണ്ടി പോയക്കല്ലോ. എന്നിട്ട് ഞാനൊന്ന് എവിടെ പോയി വരാനെ കൊണ്ടു. നീ തുടങ്ങിയോ? ഞാൻ ചെറു വളച്ചു പോയിരുന്നു. സുരേഷൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. നന്നായി വരണേ. നന്നായി വരണേ. എനിക്കെന്തോ ബുദ്ധി ബോധമില്ലെന്ന് പറയുന്നത്. എല്ലാ കണക്കുകളും ഞാൻ കൃത്യമായിട്ടല്ലേ എഴുതുന്നത്. എന്റെ കണക്കുകൊണ്ടും തെറ്റിയിരിക്കുവാടി ഇവിടെ. നോക്ക പട അണ്ണ 4000-ന് എത്ര പൂജ്യം അണ്ണ? 4000 എത്ര പൂജ്യം അണ്ണ? 4000-ന് എത്ര പൂജ്യമാ? ഫയൽ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഫയൽ വെച്ചെന്തോ കാണിക്കോ നിങ്ങൾ? കുളിക്കണം. മനുഷ്യ കുളിക്കാൻ കറണ്ട് ഇല്ലെന്ന്. കറണ്ട് ഇല്ല, വെള്ളം ഇല്ലയോ? രാവിലെ നിങ്ങൾ കുളിച്ചത് കുളിയല്ലേ? 4000. നീ തുടങ്ങി തീർക്കല്ലേ? ഒരെണ്ണം കൂടെ തീർക്കല്ലേ? സുരേഷൊക്കെ ചോദിക്കുവാ. പെട്ടെന്ന് പറഞ്ഞു. വാഴപ്പോളെ ഞാൻ ഒച്ചിനെ പിടിച്ചു വെച്ചങ്ങനെ തണുപ്പുള്ളേ. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ നല്ല മൂഡിൽ ഇവിടെ നിന്നതാണോ? ആണോ? എന്നോട് എന്തോ പറഞ്ഞത്? അമ്മാവന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പറഞ്ഞില്ലേ? അമ്മാവന്റെ കുഞ്ഞമ്മ. അയ്യോ എന്റെ വല്യമ്മയുടെ അനിയത്തി. ബന്ധം പറഞ്ഞ് ചീത്ത വിളിച്ചാലുണ്ടല്ലോ. ഞാൻ നിങ്ങളെ വിളിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ? മനുഷ്യൻ പുകഞ്ഞു നിൽക്കുവോ അവിടെ? പുകഞ്ഞു നിൽക്കുവോ? എനിക്ക് മനസ്സിലായി. നിങ്ങൾ പുകയുന്നതിനെക്കാട്ടി കൂടുതൽ ഞാനിപ്പോ പുകയുന്നുണ്ട്. എന്തുവാ എന്നൊരു കാര്യം ചെയ്യാം. എന്നെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോ. എന്നെ എന്റെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോ. നിന്റെ അച്ഛൻ്റെ അടുത്തോ? എന്റെ അച്ഛൻ്റെ അടുത്ത്. എനിക്ക് ആ മൂക്കെ കയറുന്നവനെ കാണണ്ടോ? അയ്യോ മൂക്കടഞ്ഞിട്ട് എന്റെ അച്ഛൻ ഇൻഹൈലർ വലിക്കുന്നത് എനിക്ക്. എന്റെ അച്ഛന് മൂക്കടഞ്ഞിട്ട് ഇൻഹൈലർ വലിക്കുന്നത്. പൊടി അച്ഛൻ അലർജി അതുകൊണ്ടാ. കഴിഞ്ഞ ആഴ്ച
ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോണ്ടല്ലോ അവലോസ് പൊടി വാരി കയറ്റില്ല അയാൾ. ഞങ്ങൾക്ക് പൊടി അലർജിയാണ്. ആ എന്താ എന്താ നല്ല വൃത്തിയാ എന്റെ അച്ഛന്റെ റൂമൊക്കെ ഒന്ന് കാണണം. ഇവർ അച്ഛൻ്റെ റൂം ഒന്ന് കാണണം. കോവളത്ത് മതാവന്മാരെ ആട്ടുതൊട്ടിൽ കിടന്ന് ആടുന്ന പോലെ ചിരന്തി കിടന്ന് ആടുന്ന ഇവരെ പരിക്കാത്ത. ഞാൻ അച്ഛൻ്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് പോഞ്ഞു കയറുന്നിരിക്കും. നിങ്ങൾക്ക് വരാൻ പറ്റുമോ ഇല്ലയോ? നിങ്ങൾക്ക് വരാൻ പറ്റുമോ? എനിക്ക് പറയാം ഐസ് കെട്ടുണ്ടോ മഞ്ചക്കാരണ്ടില്ലെന്ന് രാവിലെ മുതലേ അറിഞ്ഞില്ലയോ? എന്തൊരു കൂത്താന്ന് നോക്കണേ. നിങ്ങൾക്ക് എന്തിന്റെ കുഴപ്പം? ഞാൻ അങ്ങനെ പറയൂടി. ഞാൻ അങ്ങനെ വിടുകയും എവിടെ പോവാന്? എവിടെ പോവാൻ? ഞാൻ പറഞ്ഞാന്ന് ഇവനെ എത്ര ഉപദേശിച്ചാലും ഇവൻ നേരാവത്തില്ല. എനിക്കറിയാം ഏതോ തലതെറിച്ചവൻ ഇവന് പൈസ കൊടുത്ത് എവിടെങ്ങാണ്ട് കള്ളു കൊണ്ടേ പാത്ത് വെച്ച് അവിടെ നിന്ന് കുടിച്ചിട്ട് വരുവാ. നിങ്ങൾക്ക് എന്തുവാ? ഈ രണ്ട് കൈയും കൂട്ടിമുട്ടുമ്പോഴാണ് ഈ ശബ്ദം ഉണ്ടാകുന്നത്. പറയും. അത് ഒഴിവാക്കാനായിട്ട് ഒരു കൈ വേറെ അങ്ങ് മാറിപ്പോയ പോരെ. അതുകൊണ്ട് ഒരു കൈ എന്റെ കൂടെ വാ. വേണ്ട വേണ്ട, ഞാനല്ലേ ഇവിടെ ശല്യം. നിങ്ങൾ എവിടെ നിൽക്കുക? നീ ഇവനോട് പോകാൻ പോകുന്നു. അവരോട് പോന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ അല്ലാതെ പൊക്കോളാം. എനിക്ക് പുകഞ്ഞു കയറുമോ? ഞാൻ ആറ്റി പോയി ചാടിച്ചാവാൻ പോകും. നിസ്സാര കാര്യത്തിന് നിങ്ങൾ ഇത് എവിടെ പോയി? എനിക്കറിയാം. കാര്യമല്ല. നിസ്സാര കാര്യത്തിന് നിങ്ങൾ അങ്ങനെ പോകണം. വിടത്തില്ല. എനിക്ക് ഇത്തിരി വെള്ളം കൊണ്ടുതരാമോ? വെള്ളം കൊണ്ടുതരാമോ? വിശറിയുണ്ടോ? വിശറിയുണ്ടോ? എന്തോ മനുഷ്യൻ നിങ്ങൾക്ക്? ഈശുവന്മയുടെ കട്ടിൽ വിശറിയുണ്ടോ? അയ്യോ അയ്യോ, എന്താ പ്രശ്നം? എന്തോ പ്രശ്നമാണോ? നിങ്ങൾക്ക് എന്തോ വെപ്രാളം എന്തുവാ? എന്തോ എനിക്കല്ലടി വെപ്രാളം. എന്തുവാടാ ചന്ദ്ര ഇത്? എവിടുന്ന് വലിഞ്ഞു വരുവാ നീ? സംഭവിച്ചു പോയി. തൊട്ട് നക്കാൻ ഇച്ചിരി അച്ചാർ തരാമോ? ഒരു വെറൈറ്റി അച്ചാറുണ്ട്. വെള്ളം കഴിക്കാനൊക്കെ ആയി കരണ്ട് വന്നു. ആ മോട്ടർ ഓണാക്കടി.